അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 70 വരെയാണ് തീർന്നത്. 71. എ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് 250 മെമ്പേഴ്സ് വിത്ത് ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഓഫ് 5,000 ഈച്ച്. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ തരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവർ ഈ തന്നിരിക്കുന്നത് നമ്പർ ഓഫ് മെമ്പേഴ്സും സബ്സ്ക്രിപ്ഷനുമാണ്. അപ്പോൾ അതിൽ എത്ര എമൗണ്ട് കിട്ടിയാലും ശരി കിട്ടിയിട്ടില്ലെങ്കിലും ശരി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന 250 ഇൻറ്റു 5,000 ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരേണ്ടത്. ബേസിക്സ് ഒക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. ദ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 11,25,000 11,25 കിട്ടി. വിച്ച് ഇൻക്ലൂഡ് 65,000 ആൻഡ് 25,000 ഫോർ 2021 ആൻഡ് 22-23. സി നമ്മൾ 21-22 ആണ്. 20-21 22-23 കിട്ടി എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് റിലേറ്റഡ് ടു അതർ ഇയേഴ്സ്. അത് നമുക്കിവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ബേസിക് കോൺസെപ്റ്റ്സ് പ്രകാരം ഇത് അഡ്വാൻസ് അറ്റ് ദി എൻഡും ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദി ബിഗിനിങ്ങും ആണ്. രണ്ടും മൈനസ് ആവും. ലോജിക്കലി റെസീറ്റ്സ് നമ്മൾ ഏതൊക്കെ മൈനസ് ചെയ്യണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് മറ്റ് വർഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതെല്ലാം നമ്മൾ റിമൂവ് ചെയ്യണം. ഈ വർഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്ന് 11,25 65,000 25,000 മൈനസ് ചെയ്യണം. പ്ലസ് 25,000 ടോട്ടൽ 90,000 മൈനസ് ചെയ്യണം. 11,25,000 മൈനസ് 90,000 10,35,000. ആക്ച്വലി 10,35,000 ആണ് കിട്ടിയിരിക്കുന്നത് ഈ വർഷത്തിൽ, ഈ വർഷവുമായി ബന്ധപ്പെട്ടത്. ബട്ട് ഈ വർഷം കിട്ടേണ്ടത് 12,50,000 ആണ്. ദെൻ അപ്പൊ ബാക്കിയുള്ള എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദി എൻഡ് ആയിരിക്കും. അവരെന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഔട്ട്സ്റ്റാൻഡിംഗ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഈസ് 12,50,000 മൈനസ് 10,35,000 2,15,000. എളുപ്പമുള്ള പരിപാടിയല്ലേ? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 2,15,000 ഓപ്ഷൻ സി. 71. അതെ, 2,15,000 ക്രോസ് ചെക്ക് ചെയ്യും. അടുത്തത് 72. 72 കുറച്ച് വരയ്ക്കാനുണ്ട്. എനിവേ സി, ഓപ്പണിംഗ് ഡെറ്റേഴ്സ് ഉണ്ട്, കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സ് ഉണ്ട്, ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. ഇഫ് ക്ലോസിംഗ് ഡെറ്റേഴ്സ് ഫോർ 20% ഓഫ് ദി ക്രെഡിറ്റ് സെയിൽ ദെൻ ക്ലോസിംഗ് ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ഡെറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുക. ഡെറ്റേഴ്സ് അക്കൗണ്ട് ജസ്റ്റ് എങ്ങനെ വരയ്ക്കുക? ഇതാ, ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് എഴുതേണ്ടത് ഓപ്പണിംഗ് ഡെറ്റേഴ്സ് 3,15,000. ദെൻ ബൈ ക്യാഷ് 18,30,000. ദെൻ ബൈ ഡിസ്കൗണ്ട് 35,000. ഓക്കെ, അപ്പോ ഡെബിറ്റ് സൈഡ് വന്നു. ഇനി ടു സെയിൽസ് എന്ന് എഴുതണം. നമുക്ക് എമൗണ്ട് അറിയില്ല, അപ്പൊ അതുകൊണ്ട് അതിന് നമ്മൾ എക്സ് എന്ന് പറയണു. അതേപോലെ ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതണം. അത് നമുക്കറിയില്ല. അവർ പറയുന്നത് ക്ലോസിംഗ് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് 20% ഓഫ് ദി ക്രെഡിറ്റ് സെയിൽ. ക്രെഡിറ്റ് സെയിലിനെ നമ്മൾ എക്സ് ആയിട്ട് കണക്കാക്കിയത് കൊണ്ട് ക്ലോസിംഗ് ഡെറ്റേഴ്സിനെ 0.2x എന്ന് പറയും. അതായത് 20% ഓഫ് എക്സ്. ഇങ്ങനെയാണ് ഡെറ്റേഴ്സ് അക്കൗണ്ട് വരുന്നത്. അങ്ങനെയെങ്കിൽ എക്സ് എത്രയാണ്, 0.2x എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് മാത്സിൽ ഇക്വേഷൻ പോലെ എഴുതിയാൽ മതി. സി നോക്കൂ, നമ്മൾ ഇത് രണ്ട് സൈഡും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം എമൗണ്ട് കിട്ടണ്ടേ? വിച്ച് മീൻസ് ഡെബിറ്റ് സൈഡ് ആഡ് ചെയ്ത് ക്രെഡിറ്റ് സൈഡ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടണം. ശരിയല്ലേ? ഓർ ക്രെഡിറ്റ് സൈഡ് ആഡ് ചെയ്ത് ഡെബിറ്റ് സൈഡ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടണം. നമുക്ക് അത് വെച്ചിട്ട് ഒരു ഇക്വേഷൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതൊന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, ഇത് എഴുതിയെന്ന് വിചാരിക്കണം. ഇതൊന്ന് ഇക്വേഷൻ ഡ്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ താഴെ തന്നെ എഴുതാം. ഇതിന്റെ അടിയിൽ ഞാൻ എഴുതാം 3,15,000 പ്ലസ് എക്സ് മൈനസ് 18,30,000 മൈനസ് 35,000 മൈനസ് 0.2x is equal to 0. അതായത് ഇതിന്റെ ഡെബിറ്റ് സൈഡിൽ നിന്ന് ക്രെഡിറ്റ് സൈഡ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. ഓർ ക്രെഡിറ്റ് സൈഡിൽ നിന്ന് ഡെബിറ്റ് സൈഡ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഇതിനെ ചെയ്ത് വരുമ്പോൾ എന്ത് കിട്ടും? 3,15,000 മൈനസ് 18,30,000 മൈനസ് 35,000. അതായത് മൈനസ് 15,50,000 പ്ലസ് ഒരു പ്ലസ് എക്സും മൈനസ് 0.2x ഉണ്ട്. അപ്പൊ പ്ലസ് 0.8x is equal to 0. അപ്പൊ ഇനി എന്താ കിട്ടുക? 15,50,000 15,50,000 ഡിവൈഡഡ് ബൈ 0.8 ചെയ്ത് കഴിഞ്ഞാൽ x is equal to 19,37,500. ഫുൾ ഫിഗർ സ്ക്രീനിൽ വരുന്നുണ്ടല്ലോ. ഓക്കെ, വരുന്നുണ്ട്. 19,37,500 ആണ്
എന്തെന്ന് പറഞ്ഞ് കിട്ടുന്ന എക്സ്. ഇതിന്റെ ഡെറിവേഷൻ ഒന്നും കാര്യത്തിൽ പറയാൻ നിൽക്കുന്നില്ല, മാത്സ് അറിയുന്നവർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പോവുക. ഇതാണ് ഇക്വേഷൻ. അത് വെച്ചിട്ട് എക്സിനെ കണക്കാക്കുന്ന സമയത്ത് 19,37,500 15,50,000 ഡിവൈഡഡ് ബൈ 0.8 എന്ന് അടിച്ചാൽ മതി, ആൻസർ കിട്ടും. ആൻഡ് ഇതാണ് ക്രെഡിറ്റ് സെയിൽ. ഇതിന്റെ 20% ആയിരിക്കും 3,87,500 ആണ് എന്തായിട്ട് വരിക, ക്ലോസിംഗ് ഡെറ്റേഴ്സ് ആയിട്ട് വരിക. അപ്പൊ നമ്മൾ ലെഡ്ജർ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ 0.2x അവിടെ 3,87,500 എക്സിന്റെ അവിടെ 19,37,500 ഇട്ട് കഴിഞ്ഞാൽ അത് ടാലിയും. ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയോളൂ, വേണമെന്നുണ്ടെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാം. ഇതിൽ ആൻസർ ഉണ്ടാവണം. എന്താ 3,87,500 19,37,500 72. ആൻസർ ഇത് തന്നെയാണ്, 3,87,500. ഇതാണ് ആൻസർ, ഓപ്ഷൻ 3. ഓക്കെ. 73. In case of a club, the excess of expenditure over income is called. Expense കൂടി ഇൻകം കുറഞ്ഞു, that is called deficit. ചെക്ക് ചെയ്യൊന്നും വേണ്ട, ആൻസർ ശരിയാണ്. അടുത്തത് 74. ഓപ്പണിംഗ് ഇൻവെന്ററി തന്നിട്ടുണ്ട്, പർച്ചേസ് റിട്ടേൺ ഉണ്ട്, പർച്ചേസ് ലെസ് റിട്ടേൺ ഉണ്ട്, സാലറി ഉണ്ട്, വേജസ് ഉണ്ട്, കമ്മീഷൻ ഓൺ പർച്ചേസ് ഉണ്ട്, ക്യാരേജ് ഔട്ട്വേർഡ് ഉണ്ട്. GP ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്യാരേജ് ഔട്ട്വേർഡ് എടുക്കണ്ട, ബാക്കിയെല്ലാം എടുക്കണം. സെയിൽസ് ഉണ്ട്, ക്ലോസിംഗ് ഇൻവെന്ററി ഉണ്ട്, ക്യാരേജ് ഓൺ പർച്ചേസ് ഉണ്ട്. ഏതൊക്കെ ആഡ് ചെയ്യാം? സെയിൽസ് ഉണ്ട് 24,900 പ്ലസ് ക്ലോസിംഗ് ഇൻവെന്ററി 3,500. ഇമാജിൻ ചെയ്യുക, ട്രേഡിംഗ് അക്കൗണ്ട് ഇമാജിൻ ചെയ്യുക, ക്രെഡിറ്റ് സൈഡ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും ആഡ് ചെയ്യുക. അപ്പൊ 28,400 കിട്ടും. മൈനസ് ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യുക, 9,600 മൈനസ് ചെയ്യുക. ദെൻ പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്തിട്ടുള്ള ഫിഗർ 11,850 മൈനസ് ചെയ്യുക. സാലറി എടുക്കേണ്ട ആവശ്യമില്ല, വേജസ് മൈനസ് ചെയ്യുക 750. ഇവിടെ ഈ സാലറി നമുക്ക് വരില്ല GP കണക്കാക്കാൻ. വേജസ് 750 മൈനസ് ചെയ്യുക. കമ്മീഷൻ ഓൺ പർച്ചേസ് മൈനസ് ചെയ്യാൻ പറ്റും, അത് ഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ്. 200 മൈനസ് ചെയ്തു. ക്യാരേജ് ഔട്ട്വേർഡ് എടുക്കണ്ട, ക്യാരേജ് ഓൺ പർച്ചേസ് 1000 ഉണ്ട്, മൈനസ് 1000 ചെയ്ത് കഴിഞ്ഞാൽ 5,000 കിട്ടും. 74 5,000. ആൻസർ കറക്റ്റ് ആണോ നോക്കുക? അതെ, 5,000 ആണ് ആൻസർ. സാലറി എടുക്കണ്ട, ദെൻ ക്യാരേജ് ഔട്ട്വേർഡ് എടുക്കണ്ട, ബാക്കി ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. 75. ഫൈൻഡ് ഔട്ട് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ലോസ്. പർച്ചേസ് 30,000, സെയിൽസ് തന്നിട്ടുണ്ട്, ക്യാരേജ് ഇൻവേർഡ് ഉണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസ് റിട്ടേൺ ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. സംഭവം എളുപ്പം. സെയില് 15,000 പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് 36,000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 51 കിട്ടും. മൈനസ് ചെയ്യേണ്ടത് പർച്ചേസ് 30,000 മൈനസ് ചെയ്യുക. ദെൻ ക്യാരേജ് ഇൻവേർഡ് 2,400 മൈനസ് ചെയ്യുക. ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000 മൈനസ് ചെയ്യുക. പിന്നെ ഏതാ? പർച്ചേസ് റിട്ടേൺ 1000 ആണ്. അപ്പൊ നമ്മൾ പർച്ചേസ് ഇപ്പൊ എത്ര മൈനസ് ചെയ്തു? 29,000 ആണ് മൈനസ് ചെയ്യേണ്ടത്. ഞാനിപ്പോ 30,000 മൈനസ് ചെയ്തു, തിരിച്ച് 1000 ഒരു ആഡ് ചെയ്താൽ മതി. 9,600 ആയിരിക്കും ആൻസർ. ഇവിടെ പോയി 75 9,600. അതെ, പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്യണമായിരുന്നു. ഞാൻ പർച്ചേസ് ഫുള്ള് മൈനസ് ചെയ്തുകൊണ്ട് തിരിച്ച് പർച്ചേസ് റിട്ടേണിനെ ക്രെഡിറ്റ് സൈഡ് കാണിക്കണം എന്നുള്ള രീതിയിൽ ആഡ് ചെയ്യാം. ഓക്കെ, കാൽക്കുലേഷൻ ട്രേഡിംഗ് അക്കൗണ്ട് ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ആൻസർ കിട്ടും. 9,600. 76. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, സെയിൽസ് തന്നിട്ടുണ്ട്, ക്രെഡിറ്റ് സെയിൽസ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് നില്ലാണ്. സെല്ലിംഗ് പ്രൈസ് 125% ഓൺ കോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. വിച്ച് മീൻസ് ക്യാഷ് സെയിൽസ് 1,20,000 പ്ലസ് ക്രെഡിറ്റ് സെയിൽ 2,30,000. ടോട്ടൽ നമ്മൾ വിറ്റിരിക്കുന്നത് 3,50,000 ആൻഡ് ഈ 3,50,000 വിറ്റിരിക്കുന്നത് 125%. അതായത് ഇത് 125 ആണ്. ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് കിട്ടും. ഇൻറ്റു 25 ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് GP എത്രയാണെന്ന് കിട്ടും. 3,50,000 ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു 25 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് GP കിട്ടി. 70,000 ആണ് GP. ഇനിയിപ്പോ കാര്യങ്ങൾ എളുപ്പമില്ല. ഗ്രോസ് പ്രോഫിറ്റ് 70,000 കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടു? പർച്ചേസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് നോക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് 1.5 lakh ഉണ്ട്. ക്രെഡിറ്റ് സൈഡ് സെയിൽസ് 3.5 lakh വരും. GP 0.7 70,000 വരും. വേറെന്താ ഉള്ളത്? ഇവിടെ പോയി ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി, ക്യാഷ് സെയിൽ ക്രെഡിറ്റ് സെയിലൊക്കെ എഴുതി, ക്ലോസിംഗ് സ്റ്റോക്ക് ഒന്നുമില്ല, സെല്ലിംഗ് പ്രൈസ് ഒന്നുമില്ല. പർച്ചേസ് കണ്ടുപിടിക്കാൻ പറയുന്നത് 3,50,000 മൈനസ് 1,50,000 മൈനസ് 70,000 1,30,000 ആയിരിക്കും ആൻസർ.
6 1,30,000. ശരിയാണോ നോക്കൂ, 76 1,30,000. പോയിന്റ് മനസ്സിലായി എന്ന് വിചാരിക്കണു. ഈ കോസ്റ്റ് പ്രോഫിറ്റ് സെയിൽ കണ്ടുപിടിക്കുന്നതൊക്കെ ബേസിക് മാത്സ് ആണ്, ഇതൊക്കെ അറിയേണ്ടതാണ്. 125% ആണ് സെയിൽ എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക, വിച്ച് ഇസ് സിമ്പിൾ. ഓക്കെ, അത് കഴിഞ്ഞു. 77 ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ് ആർ 30,000 ആൻഡ് 40,000. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓപ്പണിംഗ് 30,000, ദെൻ 40,000 ക്ലോസിംഗ്. അപ്പൊ 40,000 ആണ് ക്ലോസിംഗ് സ്ക്രീനിങ്, ഓപ്പണിംഗും ക്ലോസിംഗും. ക്യാഷ് കളക്റ്റഡ് ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് വരും 2,40,000. ഇമാജിൻ ചെയ്യാൻ പറ്റണം. അതായത് നമുക്ക് ഓരോ ലെഡ്ജർ പറയുമ്പോൾ ആ ലെഡ്ജറിൽ എന്തൊക്കെയാണ് ഡെബിറ്റ് സൈഡ് വരിക, എന്തൊക്കെയാണ് ക്രെഡിറ്റ് സൈഡ് വരിക എന്നുള്ള നല്ല നോളജ് വേണം. ഓൾറെഡി ലെഡ്ജേഴ്സ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി അറിയേണ്ടതാണ്. 2,40,000 ക്യാഷ് കളക്റ്റഡ് ആണ്. ഡിസ്കൗണ്ട് 15,000 ക്യാഷ് കളക്റ്റഡ് ആയി. ബാഡ് ഡെറ്റ് 10,000. ടോട്ടൽ ഇനി ഇവിടെ ഈ ഫിഗർ ആണ് അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. 2,40,000 പ്ലസ് 15,000 പ്ലസ് 10,000 പ്ലസ് 40,000 മൈനസ് 30,000, 2,75,000. ആൻസർ ഉണ്ടോ നോക്കൂ, 2,75,000. ക്വസ്റ്റ്യൻ 77, ആൻസർ 2,75,000. 77, 2,77,000. ഇവിടെ എന്തൊക്കെയായിരുന്നു? ബൈ ക്യാഷ്, ബൈ ഡിസ്കൗണ്ട്, ബൈ ബാഡ് ഡെറ്റ്, ബൈ ബാലൻസ്. ഇവിടെ ടു ബാലൻസ്, ടു സെയിൽസ്. ഇത് ഡെറ്റേഴ്സ് അക്കൗണ്ട് അല്ലേ, ടു സെയിൽസ് വിച്ച് ഈസ് ക്രെഡിറ്റ് സെയിൽസ്. ഇൻകംപ്ലീറ്റ് റെക്കോർഡൊക്കെ അറിയുകയാണെന്നുണ്ടെങ്കിൽ ഇത് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ആ പരിപാടിയും കഴിഞ്ഞു. 78 ഇഫ് ട്രേഡേഴ്സ് നെറ്റ് സെയിൽസ് എമൗണ്ട് ടു 18,000 ആൻഡ് ഹിസ് ഗ്രോസ് പ്രോഫിറ്റ് ഈസ് 60% ഓഫ് സെയിൽസ് ആൻഡ് ഹിസ് നെറ്റ് പ്രോഫിറ്റ് ഈസ് 14%. സി നോക്കൂ, 18,000 ആണ് സെയിൽസ്, ഇതിന്റെ ഗ്രോസ് പ്രോഫിറ്റ് 60 ആണ്, നെറ്റ് പ്രോഫിറ്റ് 40 ആണെങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് 20% അല്ലേ പിള്ളേരെ എക്സ്പെൻസിന്റെ പെർസെൻറ്റേജ്. ഹിസ് എക്സ്പെൻസസ് ആർ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. 18,000 60% ആണ് ജി പി, 18,000 40% ആണ് എൻ പി. അപ്പൊ 18,000 20% ആയിരിക്കും എക്സ്പെൻസ് എന്ന് പറയുന്നത്. 18,000 ഇൻറ്റു 3,600. ആൻസർ ഉണ്ടോ നോക്കൂ, 3,600, 78, 3,600. അതും ശരിയാണ്. കഴിയും. 78 കഴിഞ്ഞാൽ 79. വേഗം തീരുന്നുണ്ട്, വേഗം നോക്കാം. 79 firm had a capital balance of 1 lakh at the beginning of the year. At the end of the year, firm has total assets of 1,50,000 and total liabilities of 70,000. See, opening capital 1 lakh. ക്ലോസിംഗില് ടോട്ടൽ അസറ്റ്സ് 150 ഉണ്ട് എന്ന് പറയുന്നുണ്ട് ആൻഡ് ടോട്ടൽ ലയബിലിറ്റി 70,000 ഉണ്ട് എന്ന് പറയുന്നുണ്ട്. വിച്ച് മീൻസ് 1,50,000 അസറ്റ് സൈഡിന്റെ ടോട്ടല്, ടോട്ടൽ ലയബിലിറ്റീസ് എന്ന് പറയുന്നതിൽ ക്യാപിറ്റൽ ഉണ്ടാവില്ല, ക്യാപിറ്റൽ ഒഴികെയുള്ള ബാക്കിയുള്ളതെല്ലാം കൂടി ചേർത്തിട്ട് 70,000. 1,50,000 മൈനസ് 70,000 ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസിംഗ് ക്യാപിറ്റൽ, അപ്പോൾ ടോട്ടൽ 80,000 ആണ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സി ബാലൻസ് ഷീറ്റില് ഇവിടെ ഉള്ളത് 1.5 lakh, ഇത് ക്യാപിറ്റൽ സ്ക്രീൻ. ഓക്കെ, ബാക്കിയുള്ള എല്ലാം കൂടി ചേർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ 70,000 ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എന്തായിരിക്കണം? 80,000 ആയിരിക്കണം, ഫസ്റ്റ് തിങ്. അപ്പോ ഓപ്പണിംഗ് 1,00,000, ക്ലോസിംഗ് ക്യാപിറ്റൽ 80,000 ആണ്. ഇനി ടോട്ടൽ വിഡ്രോവൽസ് ഡ്യൂറിംഗ് ദ പീരീഡ് വേർ 30,000. ഈ 1,00,000 എന്ത് വിഡ്രോ ചെയ്തു എന്നാ പറയുന്നത്? 30,000 രൂപ വിഡ്രോ ചെയ്തു എന്നാ പറയുന്നത്, മൈനസ് 30,000. 1,00,000 30,000 മൈനസ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ 70,000 ആണ് ക്യാപിറ്റൽ ഉണ്ടാവേണ്ടത്. ബട്ട് ആക്ച്വലി നമ്മളുടെ ക്യാപിറ്റൽ ഇപ്പോൾ 1,80,000 ആണ്. വിച്ച് മീൻസ് 10,000 റുപ്പീസ് പ്രോഫിറ്റ്. അവരെന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്? പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്ലസ് 10,000. ബാലൻസ് ഷീറ്റിൽ നമ്മൾ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ്.
ഈ 80,000 എങ്ങനെ കിട്ടി? ബാലൻസ് ഷീറ്റിന്റെ ടോട്ടൽ അസറ്റും തന്നു, ക്യാപിറ്റൽ ഒഴികെയുള്ള ടോട്ടൽ ലൈബിലിറ്റിയും തന്നു. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസിംഗ് ക്യാപിറ്റൽ 80 ആവണം. ഓപ്പണിംഗ് 1, 30 മൈനസ് ചെയ്തു 70, 80 ആക്കണം എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് 10,000 ഉണ്ടായിട്ടുണ്ടാവണം. 10,000 പ്രോഫിറ്റ്. ഓപ്ഷൻ എ. ഇതിൽ നോക്കൂ, 70 ഏതാ? 79 ആണ്. ഓക്കെ, 79, 10,000 പ്രോഫിറ്റ് കഴിഞ്ഞു. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ ഫിക്സഡ് അസറ്റ്? പ്ലാന്റ്, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ക്യാഷ്. എടാ പ്ലാന്റ്, ഇതൊന്നും ആൻസർ ചെക്ക് ചെയ്യണ്ട, ശരി തന്നെയാണ്. 81. എ ട്രയൽ ബാലൻസ് 31st December contains the following information: 12% bank loan 50,000, interest paid 3,800, interest debited in P&L. See, P&L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രൂവൽ ബേസിസിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക, വെദർ യു പെയ്ഡ് ഓർ നോട്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റ് P&L കാണിക്കേണ്ടത് എങ്ങനെ പോയാലും 50,000ന്റെ 12% കാണിച്ചേ പറ്റൂ. 6,000 ആണ് P&L വരും. ഇതിന് എങ്ങനെ എൻട്രി വരും? P&L ഇൻട്രസ്റ്റ് 3,800 ആഡ് പേയബിൾ ഓർ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ് എന്ന് പറഞ്ഞ് നമ്മൾ 2,200 ആഡ് ചെയ്ത് ടോട്ടൽ 6,000 ആയിരിക്കും P&L ഡെബിറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ്, വിച്ച് മീൻസ് 50,000ന്റെ 12%. ഓക്കെ, 6,000 81 6,000 തന്നെയാണ്. 82. ക്ലോസിംഗ് ക്യാപിറ്റൽ 4 lakh ആണ്, ഓപ്പണിംഗ് ക്യാപിറ്റൽ 3,50,000 ആണ്. ഓക്കെ, നമുക്ക് അങ്ങനെ മെല്ലെ മെല്ലെ ചെയ്തിട്ട് പോവാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ 3,50,000, ക്ലോസിംഗ് ക്യാപിറ്റൽ 4 lakh. His net profit 1 lakh, 1 ലക്ഷം നെറ്റ് പ്രോഫിറ്റ് കിട്ടി. 30,000 അഡീഷണൽ കൊണ്ടുവന്നു. എടാ ഡ്രോയിങ്സ് എത്രയാണെന്ന് എത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ നോക്ക്. 3,50,000 പ്ലസ് 1 lakh പ്ലസ് 30,000 മൈനസ് 4 lakh ചെയ്ത് കഴിഞ്ഞാൽ 80,000 കിട്ടും. 80,000 ബേസിക് ക്വസ്റ്റ്യൻ. ഓപ്പണിംഗ് ക്യാപിറ്റൽ ആഡ് നെറ്റ് പ്രോഫിറ്റ് ആഡ് അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് ഡ്രോയിങ്സ് ചെയ്താലാണ് ക്ലോസിംഗ് കിട്ടുക. ക്ലോസിംഗ് തന്നിട്ടുണ്ട്, ഡ്രോയിങ്സ് കണ്ടുപിടിക്കാൻ നേരെ റിവേഴ്സ് വർക്കിംഗ് ചെയ്താൽ മതി. 80,000. 82 80,000 ആണ് ആൻസർ. ഇനി ഏതാ? 83. ഇൻ കേസ് ഓഫ് എ ക്ലബ്ബ് എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം ഈസ് കോൾഡ് ഡെഫിസിറ്റ്. ഇത് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്. ഇതവിടെ ക്ലബിന്റെ കാര്യത്തിലും നമ്മൾ അത് തന്നെയാണ് പറഞ്ഞത്. സെയിം. 84. ഡൊണേഷൻ റിസീവ്ഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ് ഓഫ് ആൻ ഇവിടെ പോയി ക്യാപിറ്റൽ റെസീറ്റ്. അതായത് സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ഡൊണേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുക പറയുന്നത്? ക്യാപിറ്റൽ റെസീറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. 83ഉം 84 ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യും. 83 ഡെഫിസിറ്റ്, 84 ക്യാപിറ്റൽ റെസീറ്റ്. ഓക്കെ ആണ്. 85. വിച്ച് ഓഫ് ദി ഫോളോയിങ് അക്കൗണ്ട് ഈസ് മെയിൻലി പ്രിപ്പയർഡ് അറ്റ് ദി ടൈം ഓഫ് ഡിസൊല്യൂഷൻ? ഡിസൊല്യൂഷൻ സമയത്ത് നമ്മൾ എന്തിനാണ് ഉണ്ടാക്കുന്നത്? റിയലൈസേഷൻ അക്കൗണ്ട് ആണ് ഉണ്ടാക്കുക. പാർട്ട്ണർഷിപ്പ് എത്തി, റിയലൈസേഷൻ അക്കൗണ്ട്, അതിൽ ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, മെയിൻലി പ്രിപ്പയർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കും, ബട്ട് റിയലൈസേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുന്നത് ഡിസൊല്യൂഷന് വേണ്ടി മാത്രമാണ്. 86. X and Y are partners, capital 50,000 and 30,000 respectively. Interest payable on capital 10%. If the profits earned by firm 4,800, what will be the interest on capital? നോർമലി ഡീഡിൽ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലേ നോക്കണം. ഡീഡിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പെർസെൻറ്റേജ് കൊടുക്കാം, പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ 6% ആണ് കൊടുക്കാൻ പറ്റുക. ഇവിടെ നമ്മൾ എടുക്കുന്നത് ഇത് ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ക്യാപിറ്റൽ 10% എന്ന് പറയുന്നത് ഡീഡിൽ പറഞ്ഞോ പറഞ്ഞില്ലേ എന്നൊന്നും നമുക്കറിയില്ല. ബട്ട് ഇതില് പറഞ്ഞ സ്ഥിതിക്ക് ഇത് ഡീഡിൽ കൊടുത്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ അസംഷൻ എടുക്കാം, കൊടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ അസംഷൻ എടുക്കാം. നമ്മളിപ്പോൾ ഇതിൽ കൊടുത്തിട്ടില്ല, അതായത് ഡീഡിൽ കൊടുത്തിട്ടില്ല എന്നുള്ള അസംഷനിലാണ് ആൻസർ വന്നിരിക്കുന്നത്. 3,000ഉം 1,800ഉം 50,000ന്റെ 6%ഉം 30,000ന്റെ 6%ഉം ആണ് ആൻസർ. ഓക്കെ, അത് തന്നെയാണ്. അത് ഞാൻ ചെക്ക് ചെയ്തതായിരുന്നു. രണ്ടാമത്തെയാണ് ആൻസർ. 87. XYZ are partners sharing in profit in ratio of 3:2:1. X, Y, Z. W പുതുതായിട്ട് വന്നു. 1/6 ഷെയർ ഇൻ ഫ്യൂച്ചർ പ്രോഫിറ്റ്സ്. Z would retain his original ഷെയർ. സെഡിന്റെ ഷെയർ എത്രയാ? സെഡിന്റെ ഷെയർ ഇപ്പോ 1/6 തന്നെയാണ്. പുതുതായിട്ട് ആള് വന്നതും 1/6 തന്നെയാണ്. ഫൈൻഡ് ഔട്ട് ദി ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് ദി പാർട്ട്നേഴ്സ്. പുതിയ ആള് വന്ന ആളുടെ 1/6 ആണ്, ആൻഡ് സെഡിന്റെയും 1/6 തന്നെയാണ്. അപ്പൊ ശരിക്കും 1 രൂപയായിരുന്നു പ്രോഫിറ്റ് എന്നുണ്ടെങ്കിൽ 2/6 ആര് തന്നെ എടുത്തു?
ഈ പറഞ്ഞ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പുതുതായിട്ട് വന്ന ആളും എക്സിസ്റ്റിംഗ് സെഡും കൂടി എടുത്തു. 1 - 2/6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4/6 ആണ് കിട്ടുക. ഈ 4/6നെ 3:2 മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ 1 - 1/6 എന്ന് പറഞ്ഞിട്ടൊക്കെ ചെയ്യുന്നത് പോലെ ഇതിൽ രണ്ടുപേർക്കും ഒരേ റേഷ്യോ ആണ്. അപ്പൊ രണ്ടുപേർക്കും 1/6 കൊടുത്തു കഴിഞ്ഞാൽ 2 ഷെയർ അവിടെ പോയി. ടോട്ടൽ 1 - 2/6 പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളത് 4/6 ആണ്. 4/6നെ 3:2 ഡിവൈഡ് ചെയ്താൽ മതി. അവിടെ പോയി 4/6നെ 3:2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 4/6 × 3/2, then അതേപോലെ 4/6 × 3/2 അല്ല കേട്ടോ, 3/5, then 2/5. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 12 ഡിവൈഡഡ് ബൈ 30 കിട്ടും. അതേപോലെ 4 2 8 ഡിവൈഡഡ് ബൈ 30 കിട്ടും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 1/6നെ ബേസ് സെയിം ആക്കാൻ വേണ്ടി നമുക്ക് 5/30 എന്ന് കിട്ടും. ഫൈനൽ ആൻസർ വിൽ ബി 12:8:5:5. എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. ടോട്ടൽ പ്രോഫിറ്റ് 1 ആയിട്ട് ഡിസൈഡ് ചെയ്യുക. അതിന്ന് 2/6നെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4/6. 4/6നെ എക്സിന്റെയും വൈന്റെയും പ്രൊപ്പോർഷൻ 3:2 ഡിവൈഡ് ചെയ്യുക. ബാക്കി കിട്ടുക. ബേസ് സെയിം ആക്കാൻ വേണ്ടി ബാക്കിയുള്ളവർ മൈനസ് ചെയ്യുക. 12:8:5:5. 87. 12:8:5. സിമ്പിൾ ആണ്. ഓക്കെ. A and B are currently partners in a firm 4:3. ഓക്കെ. എയും ബിയും. ന്യൂ പാർട്ട്ണർ സി വന്നു. അവർ തമ്മിലുള്ള ന്യൂ റേഷ്യോ തന്നിട്ട് 5:3:2. സാക്രിഫൈസിങ് റേഷ്യോ എത്രയാണെന്ന്. എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ. എ 4/7 മൈനസ് 5/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 40 മൈനസ് 35 ഡിവൈഡഡ് ബൈ 70 ഈസ് ഈക്വൽ ടു 5/70. ദെൻ ബിയുടെ എങ്ങനെ കണ്ടുപിടിക്കുക? ബി ഈസ് ഈക്വൽ ടു 3/7 മൈനസ് 3/10 ഈക്വൽ ടു 30 മൈനസ് 21 ഡിവൈഡഡ് ബൈ 70 ദാറ്റ് ഈസ് ഈക്വൽ ടു 9/70 ദാറ്റ് ഈസ് 5:9. ബേസിക് ക്വസ്റ്റ്യൻ ആണ് പാർട്ട്ണർഷിപ്പിലെ. ഇവരെന്തോ അതിൽ 0.9 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. 5:9. ഓക്കെ. ഇതാണ് അവർ തമ്മിലുള്ള റേഷ്യോ. 88. 89. The share of profit or losses of partners in absence of oral or written agreement will be. നേരത്തെ ഏതാ പറഞ്ഞു? ഇല്ല ഇത് വരെ എഗ്രിമെന്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് ഷെയർ ചെയ്യാന്ന്. ഈക്വൽ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ. 98 ആദ്യം ശരിയാണോ നോക്കും. 98 അല്ല, 88. 5:9 ശരിയാണ്. 89 നോക്കാനൊന്നുമില്ല, ഈക്വൽ തന്നെയാണ്. ആബ്സെൻസ് ഓഫ് സ്പെസിഫിക് പ്രൊവിഷൻ ഇൻ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ പേഴ്സൻറ്റേജ് എത്രയാണെന്ന്. 6%. 90. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ 6% വേണം എടുക്കാൻ. 91. ആവറേജ് പ്രോഫിറ്റ് 3,72,000. നോർമൽ റിട്ടേൺ തന്നിട്ട്, ടോട്ടൽ അസറ്റ്, ഔട്ട്സൈഡ് ലൈബിലിറ്റി തന്നിട്ട്, ഗുഡ് വിൽ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ കണക്കാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇനി ആദ്യം ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണെന്ന് അറിയണം. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റ്സ് ഔട്ട്സൈഡ് ലൈബിലിറ്റി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. നമ്മൾ തൊട്ട് മുമ്പ് വേറൊരു ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ 68 ലക്ഷം മൈനസ് 42 ലക്ഷം ഈസ് ഈക്വൽ ടു 26 lakh. ഇതാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 12%. 3,72,000 ആണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 3,72,000നെ ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇക്വേഷൻ ഒക്കെ അറിയുന്നു വിചാരിക്കുന്നു. 3,72,000 ഡിവൈഡഡ് ബൈ 0.12 അല്ലെങ്കിൽ 12%. 3,72,000 ഡിവൈഡഡ് ബൈ 0.12 ഈസ് ഈക്വൽ ടു 31 lakh. ഈ 31 lakhും 26 lakhും തമ്മിലുള്ള ഡിഫറൻസ് 5 lakh ആണ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് പ്രകാരം ഗുഡ് വില്ലിന്റെ ബേസിക് ക്വസ്റ്റ്യൻ 5 lakh ആണ് ആൻസർ. 91 5 lakh. ഓക്കെ. 92. 3 കൊല്ലത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ഗുഡ് വിൽ 2 years പർച്ചേസ്. 42,000 പ്ലസ് 39,000 പ്ലസ് 45,000 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 84,000. 92ന്റെ ആൻസർ. ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. 93. എക്സസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഏൺഡ് ബൈ ഫേം ഓവർ ആൻഡ് എബവ് ഇറ്റ്സ് നോർമൽ പ്രോഫിറ്റ്. ഇറ്റ്സ് സൂപ്പർ പ്രോഫിറ്റ്. ഓക്കെ. 94. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഷുഡ് ബി വാല്യൂഡ് കമ്പൽസറിലി അറ്റ് ദി ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഗുഡ് വില് കണക്കാക്കണം. പ്ലാന്റ്, ലാൻഡ്, ഫർണിച്ചർ ആണെന്നും കാര്യമൊന്നുമില്ല. 94 ഗുഡ് വിൽ. ഇനി എത്ര എണ്ണം ഉള്ളത്?
ഇനിയുണ്ട്. ഓക്കെ, 95 X and Y share and profit and losses in the ratio 4:3. They admit said in firm with the 3/7 share which he gets 2/7 from X and 1/7 from Y. ഓക്കെ, 3/7 ആണ് കിട്ടുക. അതിൽ 2/7 എക്സിന്റെ നിന്നും കിട്ടും, 1/7 വൈയുടെ നിന്നും കിട്ടും. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണെന്ന് അപ്പൊ എന്ത് ചെയ്താൽ മതി? 4/7 ആണ് എയുടെ ഓൾഡ് ഷെയർ. ഇതിന്ന് എക്സിന്റെ 2/7 ഷെയർ പോവും, 2/7 പോകും. അപ്പോ 2 ആണ് എക്സിന്റെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത്. വൈയുടെ എങ്ങനെ കണക്കാക്കുക? y is equal to വൈയുടെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 3/7. 3/7 അവരിൽ നിന്ന് എത്ര പോകും? 1/7 പോകുന്നുണ്ട്. അപ്പോ 2/7. അപ്പൊ 2:2 പുതിയ ആൾക്ക് എത്ര കിട്ടുന്നത്? 3. 2:2:3 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ബി. ഇതൊക്കെ ബേസിക് ഇക്വേഷൻ കണക്കാക്കുന്ന പരിപാടികളാണ്. 2:2:3. 95. ഓപ്ഷൻ 2:2:3. ഓക്കെ, 95 അതാണ് 2:2:3. 96 ABCD are partner sharing profit and losses equally. They change their profit sharing ratio to 2:2:1:1. How much C sacrifice? എടാ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റേഷ്യോസ് വൈസ് ചെക്ക് ചെയ്ത് പഠിക്കും. ഇത് ഞാൻ അങ്ങനെ വെറുതെ മെക്കാനിക്കലി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ക്വസ്റ്റ്യൻ സാക്രിഫൈസിങ് റേഷ്യോ ഗുഡ്വില്ലിന്റെ ഒക്കെ ബേസിക് ക്വസ്റ്റ്യൻസാ. 96, 97, 98 ഫുള്ള് റേഷ്യോസിന്റെ ആണ്. ഓക്കെ, ഇതൊന്ന് ചെയ്താൽ മതി. 100, 101 കഴിഞ്ഞു. ബാക്കി തിയറിയാണ്. ഇത് ഞാൻ പറഞ്ഞത് ഈ 4 ഒന്ന് ചെയ്ത് നോക്കും. വെറുതെ ക്ലാസ്സിൽ ചെയ്ത് മഗ്ഗപ്പ് ചെയ്യുന്ന പോലെ ചെയ്തിട്ട് പോകണം ഞാൻ. അതുകൊണ്ട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പറയും, ജസ്റ്റ് പേപ്പറിൽ കാൽക്കുലേറ്റ് ചെയ്ത് വന്നാൽ തന്നെ ഗുഡ്വിൽ കാൽക്കുലേഷൻ ആണ്, പാർട്ട്ണർഷിപ്പിന്റെ ബേസിക്സ് ആണ്. ഓക്കെ, എടാ 102 വെൻ ഗുഡ്വിൽ ഈസ് വിഡ്രോൺ ബൈ പാർട്ട്നേഴ്സ് ഡാഷ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ്. എടാ, ഗുഡ്വിൽ എടുത്തിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ലിറ്ററലി അവർ പറയുന്നത് ക്യാഷ് എടുത്തിട്ട് പോയി എന്നാണ്. ക്യാഷ് പോവുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ടു ബി ക്രെഡിറ്റഡ്. ക്രെഡിറ്റ് ചെയ്യേണ്ടത് ക്യാഷിനെയാണ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഒന്നും അല്ല. ശരിക്കും എഴുതുന്ന എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യാഷ് എന്നാണ് എഴുതുക. ക്യാഷ് ആണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. 102 ആൻസർ ഒന്ന് നോക്കിയേ. ക്യാഷ്. 103 വെൻ ഗുഡ്വിൽ ഈസ് ടു ബി റിട്ടേൺ ഓഫ് ആഫ്റ്റർ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ഇൻ വിച്ച് റേഷ്യോ ഈസ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. 103. 104 സെക്ഷൻ 32 ഓഫ് പാർട്ട്ണർഷിപ്പ് ആക്ട് എ പാർട്ട്ണർ മേ റിട്ടയർ വിത്ത് കൺസെന്റ് ഓഫ് ഓൾ ദി എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ചെയ്യാം. ഇൻ അക്കോർഡൻസ് വിത്ത് ആൻ എക്സ്പ്രസ് എഗ്രിമെന്റ് ചെയ്യാം. ബൈ ഗിവിംഗ് എ റിട്ടേൺ നോട്ടീസ് ടു ഓൾ പാർട്ട്നേഴ്സ്. ഓക്കെ, പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ. ഓൾ ഓഫ് ദി അബവ് ആണ് ആൻസർ. 104 എല്ലാം ചെയ്യാൻ പറ്റും. 105 അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസസ് ആർ അപ്പോർഷൻഡ് എമംഗ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ദി പ്രൊപ്പോർഷൻ ഓഫ്. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് സെയിലിന്റെ പ്രൊപ്പോർഷനിലാണ് ചെയ്യുക. 105. 106 വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിങ് ഫോർ ബ്രാഞ്ച്. ഫൈനൽ അക്കൗണ്ട്സ് മെത്തേഡ് ഉണ്ട്, ഡെറ്റേഴ്സ് ഉണ്ട്, സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡ് ഉണ്ട്. ഓൾ ഓഫ് ദി അബവ്. ഓൾ ഓഫ് ദി അബവ് ആണ് ആൻസർ. 106. 107 ബാഡ് ഡെറ്റ് അപ്പോർഷൻ ചെയ്യണത് ഏതിലാണ്? സെയിലിന്റെ പ്രൊപ്പോർഷനിലാണ്. 107. 108 ഗുഡ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം എക്സ് ടു വൈ അറ്റ് എ പ്രൈസ് ടു ഇൻക്ലൂഡ് എ പ്രോഫിറ്റ് ഓഫ് 33.33% ഓൺ കോസ്റ്റ്. If the value of closing stock department Y is 48,000, then the amount of, okay, X Yക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് 33.33% പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ 48,000 ഇൻക്ലൂസീവ് ആയിട്ടുള്ളത് എത്രയാണെന്ന്. 48,000 ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഡിവൈഡഡ് ബൈ 133.33 ഇൻറ്റു 33.33 ചെയ്താൽ മതി. കുറച്ച് അധികം 3 ഇടുക, എന്നാലേ കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. 48,000 ഡിവൈഡഡ് ബൈ 133.333333 ഇൻറ്റു 33.33333333 കൊടുക്കുക. 11,999.9999 വരും. 12,000 ആണ് ആൻസർ. 108A 12,000. 109 ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അറ്റ് കോസ്റ്റ് പ്ലസ് 25%. അതായത് 100 രൂപയാണ് പ്രോപ്പർട്ടി എന്നുണ്ടെങ്കിൽ, ഐ മീൻ ഗുഡ്സിന്റെ വില എന്നുണ്ടെങ്കിൽ 25 ആഡ് ചെയ്തിട്ടാണ് വെക്കുന്നത്. ആക്ച്വലി 125 വെക്കുന്നത്. ദ ലോഡിംഗ് ഓൺ ഇൻവോയ്സ് പ്രൈസ്. ലോഡിംഗ് ഓൺ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇൻവോയ്സ് പ്രൈസ്, ഇതാണ് കോസ്റ്റ്. ദിസ് അപ്പോൺ ദിസ് എത്രയാണെന്ന് 25 ഡിവൈഡഡ് ബൈ 125 ചെയ്ത് കഴിഞ്ഞാൽ 20% ആണെന്ന് കിട്ടും. 20% ഈസ് ദി ആൻസർ.
168 108 12,000 109 20. ഓക്കെ, ഇതൊക്കെ നമ്മൾ റെഗുലർ ക്ലാസ്സിൽ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. 100ഉം 20 ഒക്കെ വെച്ച് 100 ഇത് നമ്മൾ കൺസൈൻമെന്റ് ചാപ്റ്ററിൽ ഈ ഒരു ഇക്വേഷൻ ആവശ്യമുണ്ട്, ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യമുണ്ട്, സംടൈംസ് ഇൻഷുറൻസിൽ ആവശ്യമുണ്ട്, കുറെ അവിടെ ആവശ്യമുണ്ട്. നമ്മൾ കുറെ അവിടെ ഇത് റെഗുലർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ അറിയും, ബാക്കിയുള്ളവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബേസിക് കോൺസെപ്റ്റ്സ് ആണ്, മാത്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ 1-2 തവണ 1-2 സ്ഥലങ്ങളിലായിട്ട് ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഫൈൻ. ദെൻ 109 കഴിഞ്ഞു. 110. ഇൻ ഹയർ പർച്ചേസ് സിസ്റ്റം ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് ഈസ് നോൺ ആസ്. ക്യാഷ് പ്രൈസും ഇൻട്രസ്റ്റും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഹയർ പർച്ചേസ് പ്രൈസ് ഓഫ് ആൻ അസറ്റ്. ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്, വേറെ ഒന്നുമില്ല. എക്സസ് ഓഫ് ഹയർ പർച്ചേസ് പ്രൈസ് ഓവർ ക്യാഷ് പ്രൈസ്. ക്യാഷ് പ്രൈസിനേക്കാൾ കൂടുതലായിരിക്കും ഹയർ പർച്ചേസ് പ്രൈസ്. വൈ? ഇൻട്രസ്റ്റ് കാരണം. ഇൻട്രസ്റ്റ് ആണ് ആൻസർ. 111. 112. KCS purchased a machine from JPS on hire purchase system whose cash price was 8,64,000. ഇത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ മെറ്റീരിയലുള്ള ഹയർ പർച്ചേസിന്റെ ചാപ്റ്ററിൽ പോയിട്ട് ഐ തിങ്ക് തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യുക. അതൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കുക, എന്നാലേ ഇത് ചെയ്യാൻ കിട്ടുള്ളൂ. ഇൻട്രസ്റ്റിന്റെ പേഴ്സൻറ്റേജ് തരാത്ത ക്വസ്റ്റ്യൻ, ഒരു എക്സിന്റെ ഒക്കെ വാല്യൂ ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ ചെയ്യേണ്ടതാണ്. ഇവിടെ ചെയ്യുന്നില്ല. സിമിലർ ക്വസ്റ്റ്യൻ മെറ്റീരിയൽ ഉണ്ട്, അതിനെയാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. കുറെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, നമുക്ക് സമയത്തിന് തീരില്ല, അതുകൊണ്ട്. 112. അപ്പോൾ റൗണ്ട് ഇട്ടിട്ടുണ്ട്, ചെയ്താൽ മതി. അടുത്തത് 113. ഹെഡ് ഓഫീസ് ഇൻവോയ്സ്ഡ് ഗുഡ്സ് ടു ബ്രാഞ്ച് അറ്റ് 10% ലെസ് ദാൻ ദി കാറ്റലോഗ് പ്രൈസ് വിച്ച് ഈസ് കോസ്റ്റ് പ്ലസ് 20%. ഓക്കെ, കോസ്റ്റിന്റെ കൂടെ 20% ആഡ് ചെയ്തിട്ടുള്ള ഫിഗറിന്ന് 10% കുറച്ചിട്ടാണ് ബ്രാഞ്ചിലേക്ക് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. ഇഫ് ടോട്ടൽ ഇൻവോയ്സ്ഡ് ഗുഡ്സ് ഡ്യൂറിംഗ് ദ ഇയർ 4,32,000 ആണെങ്കിൽ കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ 4,32,000 എന്ന് പറയുന്നത് 20% ആഡ് ചെയ്തതിന് ശേഷമുള്ള ഫിഗറാണ്. അതിനെ ആദ്യം 20% ആഡ് ചെയ്തതിന് ഇതിലോട്ട് കൺവേർട്ട് ചെയ്യുക, കാറ്റലോഗ് പ്രൈസ് കണ്ടുപിടിക്കുക. ദെൻ ആ പ്രൈസ് എന്ന് പറയുന്നത് 10% മൈനസ് ചെയ്തതിന് ശേഷമുള്ള ഫിഗറാണ്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക? 4,32,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 120 ആദ്യം ചെയ്യുക. അതായത് 4,32,000 എന്ന് പറയുന്നത് 20% ആഡ് ചെയ്തതിന് ശേഷമുള്ള ഫിഗറാണ്. അങ്ങനെയെങ്കിൽ ആഡ് ചെയ്യുന്നതിന് മുമ്പ് എത്രയാണ്, അതിനാണ് ഇത് ചെയ്യുന്നത്. 4,32,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 120 ചെയ്ത് കഴിഞ്ഞാൽ 3,60,000 കിട്ടും. ആൻഡ് ഈ 3,60,000 എന്ന് പറയുന്നത് ഈ ബ്രാഞ്ച് ഇവർക്ക് ഇൻവോയ്സ് ചെയ്തിരിക്കുന്ന പ്രൈസ് ആണ്. ബട്ട് അതിന്റെ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് 10% കുറച്ചതിന് ശേഷമുള്ള ഫിഗർ ആണ് ഈ 3,60,000 എന്ന് പറയുന്നത്. ഇവർ അയച്ചു കൊടുക്കുന്നത് 10% കുറച്ചിട്ടാണല്ലോ. ആ 10% കുറച്ചതിന് ശേഷമുള്ള ഫിഗർ ആണ് 360. എങ്ങനെയാണെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് എത്രയാണെന്ന്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 3,60,000 എന്ന് പറയുന്നത് 10% മൈനസ് ചെയ്തതിന് ശേഷമുള്ള ഫിഗർ ആണ്. ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ 4 ലക്ഷം കിട്ടും. 4 lakh ആയിരിക്കും ആൻസർ. 113 4 lakh ഉണ്ട്. 113 4 lakh. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ഇന്റർപ്രറ്റ് ചെയ്താൽ മതി. പിന്നെ ബ്രാഞ്ചിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ബേസിക്സ് അറിയണം. അതറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ വഴിയില്ല. ഓക്കെ, 114. ഗുഡ്സ് ആർ സെൻഡ് ടു ബ്രാഞ്ച് പ്ലസ് കോസ്റ്റ് പ്ലസ് 50%. 100 കോസ്റ്റ് എന്നുണ്ടെങ്കിൽ 50 ആഡ് ചെയ്തിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ലോഡിംഗ് ഓൺ ഇൻവോയ്സ് പ്രൈസ് ദിസ് ഓൺ ദിസ്. സിമിലർ ക്വസ്റ്റ്യൻ തൊട്ട് മുകളിൽ ഉണ്ടായിരുന്നു. 50 ഡിവൈഡഡ് ബൈ 150 ഇൻറ്റു 100 പറയുന്നത് 33.33% ആണ്. അവിടെ പോയി ഇതാണ് ആൻസർ. 114 ഓപ്ഷൻ ബി. 115. ദ ഹെഡ് ഓഫീസ് ഓഫ് എ കമ്പനി സെൻസ് ഗുഡ്സ് 150%ലാണ് ചെയ്യുന്നത്. കോസ്റ്റ് പ്രൈസിന്റെ 150%. ഇഫ് ദി വാല്യൂ ഓഫ് ഗുഡ്സ് റിസീവ്ഡ് ബൈ ദി ബ്രാഞ്ച് 7,50,000 ദെൻ കോസ്റ്റ്. നേരത്തെ 114 പഠിച്ച ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. ഈ 7,50,000 എന്ന് പറയുന്നത് ഏതൊരു ഫിഗറിന്റെ 150% ആണ്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് എത്രയാണെന്ന് 7,50,000 ഡിവൈഡഡ് ബൈ 150 ഇൻറ്റു 100 5 lakh. 5 ലക്ഷത്തിന്റെ സാധനത്തിനെയാണ് ഇവർ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് വിറ്റിരിക്കുന്നത്. 5 ലക്ഷമാണ് ആൻസർ. 115 5 lakh. 116. ഗുഡ്സ് കോസ്റ്റിംഗ് 2 lakh വാസ് ഇൻഷുർഡ് ഫോർ 1 lakh.
ഔട്ട് ഓഫ് വിച്ച് 3/4 were destroyed by fire. Calculate amount of claim with the average clause. See, നമ്മൾ ഗുഡ്സ് വാല്യൂ കൂടുതലും ബട്ട് ഇൻഷുർ ചെയ്യുന്നത് പ്രൊപ്പോർഷനേറ്റ്ലി കുറവുമാണെന്നുണ്ടെങ്കിൽ പോളിസി ഇൻഷുറൻസ് കിട്ടുന്ന സമയത്ത് നമുക്ക് അതിനനുസരിച്ച് കുറയും. ഇത് ആവറേജ് ക്ലോസിലാണ് പറയുന്നത് ഇൻഷുറൻസ് ചാപ്റ്ററിൽ. 2 ലക്ഷം സ്റ്റോക്ക് ഉള്ളപ്പോൾ നിങ്ങൾ 1 ലക്ഷത്തിന് ഇൻഷുർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ ആ പ്രൊപ്പോർഷനേറ്റ്ലി അവർ തരുള്ളൂ. അപ്പൊ അവർക്ക് നഷ്ടം വന്നത് എത്രയാ? 3/4 ഗുഡ്സ് ഡിസ്ട്രോ ആയി. അപ്പോ ഒരു മിനിറ്റ്, 3/4 ഗുഡ്സ് വേർ ഡിസ്ട്രോയിഡ്. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് ക്ലെയിം എന്നാണ് പറയുന്നത്. 2 lakhന്റെ 3/4 നശിച്ചുപോയി. 2 lakh into 3/4 1,50,000 ആണ് ഗുഡ്സ് നഷ്ടപ്പെട്ടത്. ബട്ട് ക്ലെയിം കിട്ടുന്ന സമയത്ത് ഇവർ പോളിസി എടുക്കുന്ന സമയത്തുള്ള പ്രൊപ്പോർഷനിലേ തരുള്ളൂ. 2 ലക്ഷം ഗുഡ്സ് ഉള്ളപ്പോൾ 1 ലക്ഷത്തിനെ പോളിസി എടുത്തുള്ളൂ. അപ്പൊ നഷ്ടം വന്നു കഴിഞ്ഞാൽ 1.5 ലക്ഷമാണ് നഷ്ടം വന്നെന്നുണ്ടെങ്കിൽ 75,000 തരുള്ളൂ. വിച്ച് ഈസ് ഇൻ ദി പ്രൊപ്പോർഷൻ ഓഫ് 1 lakh divided by 2 lakh into 1,50,000. അതാണ് ഞാൻ ജസ്റ്റ് ഡയറക്ട്ലി 50% എന്ന് പറഞ്ഞ് 75,000 ആയിരിക്കും ആൻസർ. 115 ഓപ്ഷൻ എ. 115 അല്ല, 116. 116 ഓപ്ഷൻ എ. 117 ഇൻഷുറൻസ് ചാപ്റ്ററിൽ ആവറേജ് ക്ലോസ് പോയി റെഫർ ചെയ്യുക. 117 എ പ്ലാന്റ് ഓഫ് 80,000 വാസ് ഇൻഷുർഡ് ഫോർ 60,000. ഇതും 80,000 പ്ലാന്റിനെ 60,000 ഇൻഷുർ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് വല്ല നഷ്ടം വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കുറയും. ലോസ് 50,000 ആണ്. അപ്പൊ എങ്ങനെ കിട്ടുള്ളൂ? 60,000 ഡിവൈഡഡ് ബൈ 80,000 ഇൻറ്റു 50,000. ഇതാണ് ആൻസർ. 80,000 ഉള്ളപ്പോൾ നിങ്ങൾ 60,000 ഇൻഷുർ ചെയ്തത്. സോ 50,000 ആണ് ഇതെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറവേ കിട്ടുള്ളൂ. 6 divided by 8 into 50. 37,500. 37,500 ആണ് ആൻസർ. 117 കഴിഞ്ഞില്ലേ? 118 സ്റ്റാൻഡേർഡ് ടേൺ ഓവർ എന്താണ്? ഇൻഡെമിനിറ്റി പീരീഡ് ടേൺ ഓവറിന്റെ നേരെ പ്രീവിയസിലല്ലേ ടേൺ ഓവർ. ടേൺ ഓവർ ഡ്യൂറിംഗ് ലാസ്റ്റ് 12 അല്ല, ടേൺ ഓവർ ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് ഓഫ് 12 months ഇമ്മീഡിയറ്റ്ലി ബിഫോർ വിച്ച് കറസ്പോണ്ടിംഗ് ടു ഇൻഡെമിനിറ്റി പീരീഡ്. ഇത് ശരിയാണ്. 118 ഇത് കറക്റ്റ് ആണ്. ഓപ്ഷൻ 2. യെസ്. അൺഅവോയ്ഡബിൾ ഫിക്സഡ് ഇതൊന്നും അല്ല. ടേൺ ഓവർ ഓഫ് ലാസ്റ്റ് അക്കൗണ്ടിങ് അല്ല. 119 ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്സ് ഹെൽപ്പ് ഇൻ ഇവാലുവേഷൻ ഓഫ് ട്രേഡിംഗ് റിസൾട്ട്സ്. ഇത് ശരിയാണ്. എഫക്റ്റീവ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ അതും ശരിയാണ്. ബോത്ത് എ ആൻഡ് 2. ഓക്കെ. ഇതല്ല, ഓപ്ഷൻ സി ആണ് ആൻസർ. ബോത്ത് 1 and 2. ഓക്കെ. 120 ഇഫ് ഡിപ്പാർട്ട്മെന്റ് എം ട്രാൻസ്ഫേഴ്സ് ഗുഡ്സ് ടു ഡിപ്പാർട്ട്മെന്റ് എൻ അറ്റ് 50% എബവ് കോസ്റ്റ്. 100 ആണെന്നുണ്ടെങ്കിൽ 50 കൂടി ആഡ് ചെയ്ത് 150 ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വിൽക്കാതെ വെച്ചിരിക്കുന്ന 9,000 എത്രയാണ് ഉണ്ടാവുക എന്ന് ചോദിക്കുന്നത്. 9,000 ഇൻറ്റു 9,000 എന്ന് പറയുന്നത് 150 ആണ്. ഇൻറ്റു 50 കണക്കാക്കിയാൽ മതി. 9,000 ഡിവൈഡഡ് ബൈ 150 ഇൻറ്റു 50 ചെയ്ത് കഴിഞ്ഞാൽ 3,000 ആയിരിക്കും ആൻസർ കിട്ടും. 3,000 ഈസ് ദി ആൻസർ. പിള്ളേർ ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഇതൊന്നും ഇനി അറിയില്ല എന്ന് പറയരുത്. ഡീറ്റെയിൽ ആയിട്ട് ഇത് എന്തുകൊണ്ടാണ് ഈ 150, 100 എടുക്കുന്നത് എന്നുള്ളത് നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ ഇരുത്തി പഠിപ്പിച്ചാണ്. ഓക്കെ. ഡിപ്പാർട്ട്മെന്റിൽ ആയിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, വാട്ട് എവർ ഏരിയ വി ഹാവ്, നമ്മൾ അവിടെയൊക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇതൊന്നും ഇനി ഇപ്പൊ കൺഫ്യൂഷൻ ആവണമെന്ന് പറയരുത്. കോസ്റ്റിനെ 100 ട്രീറ്റ് ചെയ്യുക, പ്രോഫിറ്റിന് 20 ആണെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് 120 ആണ്, സ്റ്റോക്ക് റിസർവ് എങ്ങനെയാണ് കണക്കാക്കുക എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഹോപ്പ് യു ഗൈസ് ആർ റിമെമ്പറിങ് ഇറ്റ്. ഓക്കെ. 119 120 ഏതാ? 120 ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനി 121. ദ ഹയർ പർച്ചേസർ റെക്കോർഡ്സ് ദി അസറ്റ് അറ്റ് ഇറ്റ്സ് ഹയർ പർച്ചേസ് പ്രൈസ് അല്ല, എമൗണ്ട് പെയ്ഡ് ടു വെൻഡർ അല്ല, ക്യാഷ് പ്രൈസ്. ക്യാഷ് പ്രൈസിലാണ് ചെയ്യുക. ഇൻട്രസ്റ്റിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് റെക്കഗ്നൈസ് ചെയ്യുക. ഡിപ്രീസിയേഷൻ ഓൺ ഹയർ പർച്ചേസ് അസറ്റ് ഈസ് ക്ലെയിംഡ് ബൈ ഹയർ പർച്ചേസർ. ഓക്കെ. 121 122 ക്യാഷ് പ്രൈസും ഹയർ പർച്ചേസും. 123 while treating abnormal loss under stock and debtors system of maintaining branch accounts, loading on abnormal loss is transferred to branch adjustment account. മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ബ്രാഞ്ച് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. ബ്രാഞ്ച് സ്റ്റോക്ക് അല്ല, ബ്രാഞ്ച് ഡെറ്റേഴ്സ് അല്ല, ബ്രാഞ്ച് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് പി ആൻഡിലും അല്ല. 123 ബ്രാഞ്ച് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ്. 124 under debtors system of maintaining branch accounts which of the following appears in branch? ക്രെഡിറ്റ് പർച്ചേസ് അല്ല, ഗുഡ്സ് റിട്ടേൺഡ് ബൈ ഡെറ്റേഴ്സ് ബ്രാഞ്ച്. ഇതാണ് വരിക രണ്ടാമത്തെ. ബ്രാഞ്ച് അക്കൗണ്ട്സ് ഡെറ്റേഴ്സ് മെത്തേഡ് ആണ്. അപ്പോൾ ഡെറ്റേഴ്സ് തിരിച്ച്
ബ്രാഞ്ചിലേക്ക് റിട്ടേൺ ചെയ്യുന്നതാണ് അതിൽ വരിക. ഇത് വരില്ല. ഗുഡ്സ് റിട്ടേൺ ബൈ ഡെറ്റേഴ്സ് ടു എച്ച് ഒന്നും വരില്ല. ഓപ്ഷൻ 2 124 ഓപ്ഷൻ 2 ഗുഡ്സ് റിട്ടേൺ ബൈ ഡെറ്റേഴ്സ് ടു ബ്രാഞ്ച് അക്കൗണ്ട്സ് അറിയണം. 125 ബ്രാഞ്ചസ് നോട്ട് കീപ്പിംഗ് ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആർ കോൾഡ് ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസ്. ഇൻഡിപെൻഡന്റ് പാർഷ്യൽ അല്ല, ഡിപെൻഡന്റ് അല്ല, നൺ ഓഫ് ദി അല്ല. അപ്പോൾ 125 എ. 126 എന്തായാലും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് ചുമ്മാ ഒരു ഡബിൾ സേഫ്റ്റി അത്രേ. 126 അസറ്റ്സ് ആർ ജനറലി റീപൊസസ്ഡ് അറ്റ് മ്യൂച്വലി എഗ്രീഡ് വാല്യൂ. ഇതൊന്നും ഡൗട്ട് ഒന്നുമില്ല, ഇതൊന്നുമല്ല ഇൻസ്റ്റാൾമെന്റ് ഡ്യൂ അല്ല, നണ്ണല്ല. 127 CP പോയിന്റ് സെൽസ് കമ്പ്യൂട്ടേഴ്സ് ഓൺ ഹയർ പർച്ചേസ് ബേസിസ് കോസ്റ്റ് പ്ലസ് 25%. ടേംസ് ഓഫ് സെയിൽ ആർ 10,000 ഡൗൺ പേയ്മെന്റ് ആൻഡ് 8 മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്സ് ഓഫ് 5,000. കമ്പ്യൂട്ട് HP പ്രൈസ് 8 into 5,000 plus 10,000 ടോട്ടൽ 50. ഹയർ പർച്ചേസ് പ്രൈസ് ആണ് ഇൻസ്റ്റാൾമെന്റ് മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെന്റ് പ്ലസ് ഇനീഷ്യൽ ഡൗൺ പേയ്മെന്റ്. 127 50,000. ഓക്കെ, അതും കഴിഞ്ഞു. 128 1st April 2022 എ കാർ കമ്പനി സോൾഡ് ടു എബ്രോസ് എ മോട്ടോർ കാർ ഓൺ ഹയർ പർച്ചേസ്. എടാ ഇത് മറ്റേ നേരത്തെ പറഞ്ഞതുപോലെയാണ്. ഹയർ പർച്ചേസിൽ ഇൻട്രസ്റ്റ് കണക്കാക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹയർ പർച്ചേസിൽ ഇല്ലസ്ട്രേഷൻ 3 തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. സെയിം ടൈപ്പ് ചോദിച്ചിട്ടുണ്ട്, അപ്പൊ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഹയർ പർച്ചേസിന്റെ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ആ ക്വസ്റ്റ്യൻ ഇല്ലസ്ട്രേഷൻ 3 ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് പോവുക. ഓക്കെ. 129 ഇൻ ജനുവരി എ ഫേം ടുക്ക് ആൻ ഇൻഷുറൻസ് പോളിസി ഫോർ 60 lakh to 60 lakhന് എടുത്തു. ആവറേജ് ക്ലോസ് ഒക്കെ ഉണ്ട്. ഫയർ വന്നു, 44 ലക്ഷം രൂപ കോസ്റ്റ് നഷ്ടം വന്നു. സ്റ്റോക്ക് ഇൻ ഗോഡൌൺ വാസ് എസ്റ്റിമേറ്റഡ് 80. സി നോക്ക്, 80 ലക്ഷം ഉള്ളവിടെ 60 ലക്ഷത്തിനാണ് പോളിസി എടുത്തത്. അങ്ങനെയെങ്കിൽ 44 നഷ്ടം വന്നു കഴിഞ്ഞാൽ എത്ര കിട്ടും? സെയിം നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത സെയിം ലോജിക്. 60 divided by 80 into 44. 6 divided by 8 into 44. 33 ആണ് വരിക. 33 lakh. 129 33 lakh. ഇൻഷുറൻസിന്റെ പോയിന്റ് ആലോചിച്ചാൽ മതി. 33 lakh. 130 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ ആർ ഇഷ്യൂഡ് ബൈ ആരാ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒന്നും അല്ല, റിസർവ് ബാങ്കും അല്ല, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ഓക്കെ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഓഫ് ഇന്ത്യ അങ്ങനെയൊന്നുമില്ല, ICA ആണ് ഇറക്കുക. 131 ആസ് പെർ AS10 പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് ആൻഡ് എന്റർപ്രൈസ് ഹോൾഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീസ് ഷുഡ് വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി അറ്റ് കോസ്റ്റ് മോഡൽ. ഇതൊക്കെ അതിൽ ബേസിക്സ്. AS10 പഠിക്കുന്ന കാര്യമാണ്. കോസ്റ്റ് മോഡലിലാണ് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ചെയ്യേണ്ടത്. 131 കോസ്റ്റ് മോഡൽ. 132 ആസ് പെർ AS16 ഓൾ ഓഫ് ദി ഫോളോയിങ് ആർ ക്വാളിഫയിങ് അസറ്റ് എക്സെപ്റ്റ് മാനുഫാക്ചറിംഗ് പ്ലാന്റ്സ് ആൻഡ് പവർ ജനറേഷൻ. ഇത് വേണമെങ്കിൽ ആവാം. ഇൻവെന്ററീസ് റിക്വയർ സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം, അതിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്, അതും ആവാം. 3 അസറ്റ്സ് ആർ ഓൾറെഡി റെഡി ഫോർ സെയിൽ. ഇത് പറ്റില്ല. മൂന്നാമത്തെ പറ്റില്ല. നൺ ഓഫ് ദി അബോവിനെ ബാധിക്കില്ല. 132 ഓപ്ഷൻ 3 ഓൾസെറ്റ്സ് ഓൾറെഡി. ഓക്കെ, ശരിയാണ്. 133 ഓൾ ഓഫ് ദി ഫോളോയിങ് കോസ്റ്റ് ആർ എക്സ്ക്ലൂഡഡ് വൈൽ കമ്പ്യൂട്ടിംഗ് വാല്യൂ ഓഫ് ഇൻവെന്ററീസ് എക്സെപ്റ്റ്. ഏതൊക്കെയാണ് കൺസിഡർ ചെയ്യാത്തത്, ഏതൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്യുന്നത്? ഓൾ ഓഫ് ദി ഫോളോയിങ് കോസ്റ്റ് ആർ എക്സ്ക്ലൂഡഡ് വൈൽ. ഓക്കെ. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഒരു മിനിറ്റ്. ഓൾ ഓഫ് ദി ഫോളോയിങ് കോസ്റ്റ് ആർ എക്സ്ക്ലൂഡഡ് വൈ കമ്പ്യൂട്ടിംഗ് ദി വാല്യൂ ഓഫ് എക്സെപ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ അതാണ് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് വായിക്കണം. എക്സെപ്റ്റ് എല്ലാത്തിനെയും എക്സ്ക്ലൂഡ് ചെയ്യും. എക്സ്ക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്ന്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്ക്ലൂഡ് ചെയ്യും. അലോക്കേറ്റഡ് ഫിക്സഡ് ഓവർ ഹെഡ് ആണെന്നുണ്ടെങ്കിൽ നോർമൽ കപ്പാസിറ്റി ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. ഇത് എക്സ്ക്ലൂഡ് ചെയ്യില്ല, കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യും. അബ്നോർമൽ വേസ്റ്റേജ് എക്സ്ക്ലൂഡ് ചെയ്യും. ഓൾ ഓഫ് ദി അബവ് അല്ല. ഇതാണ് ആൻസർ. ഓപ്ഷൻ 2. 133 ഓപ്ഷൻ 2. ഓക്കെ. 134 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻ. അത് ഓൾറെഡി പറഞ്ഞതാണ്. മെറ്റീരിയാലിറ്റി ആണ്. കൺസിസ്റ്റൻസിയും ഗോയിങ് കൺസേണും അക്രൂവലും ഒക്കെ ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻ ആണ്. 135 ആസ് പെർ AS1 where a company should disclose its accounting policy. അക്കൗണ്ടിങ് പോളിസി ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലാണ്. ആനുവൽ റിപ്പോർട്ടിലൊന്നും അല്ല, ഓഡിറ്റ് റിപ്പോർട്ടിലല്ല, CEO's ലെറ്റർ ടു ഷെയർ ഹോൾഡർ അല്ല, നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ താഴെ നോട്ട്സ് ഉണ്ടാവും, അവിടെ തന്നെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. 136 IFRSന്റെ ഫുൾ ഫോം എന്താണെന്ന്? ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്.
ഇന്ത്യൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് അല്ല, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽസ് ഇതൊന്നും അല്ല, ഫിനാൻഷ്യൽസ് ഒരു എസിനാണ് ഒരു അടുത്ത ഓപ്ഷൻ, നോക്കൂ തെറ്റിക്കരുത്. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ എന്നേ ഉള്ളൂ. 136 ഇന്റർനാഷണൽ ഓപ്ഷൻ 2. 137 ഏരിയാസ് ഇൻവോൾവിംഗ് ഡിഫറെന്റ് അക്കൗണ്ടിംഗ് പോളിസീസ് ബൈ ഡിഫറെന്റ് എന്റർപ്രൈസ് ഈസ് ഓർ ആർ. ഏതിലൊക്കെയാണ് ഡിഫറെന്റ് പോളിസീസ് യൂസ് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിക്കുന്നത്. എല്ലാത്തിലും പറ്റും. ഇൻവെന്ററിയിൽ പറ്റും, ഇൻടാഞ്ചിബിൾ അസറ്റിൽ പറ്റും, റെക്കഗ്നിഷൻ എല്ലാത്തിലും പറ്റും. ഓൾ ഓഫ് ദി അബവ്. 137 എന്തായിരുന്നു ആൻസർ? ഓൾ ഓഫ് ദി അബവ്. 138 ആൻ എൻറ്റിറ്റി ഹാസ് അക്വേർഡ് ആൻ അസറ്റ് 1 lakh പ്രൊഡക്ഷൻ സർട്ടൈൻ ഐറ്റംസ് ടു ബി സോൾഡ് ബൈ ഇറ്റ്. ഈ DTL എന്നും അങ്ങനെ അധികം ചോദിച്ച് കണ്ടിട്ടില്ല. AS 22 ആണ്. 22ത്തെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിടാം, നോട്ട് റെലവൻറ്റ്. സാധാരണ ഇതുവരെ ഒരു എക്സാമിന് ചോദിച്ചിട്ടില്ല, ചോദിക്കില്ല എന്ന് വിചാരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഡെഫേർഡ് ടാക്സിന്റെ പ്രൊവിഷൻ റെഫർ ചെയ്തിട്ട് വന്നിട്ട് പറയും. ഇപ്പോൾ ക്യാരിയിങ് അസറ്റ്, പിന്നെ അതേപോലെ ഡെഫേർഡ് ടാക്സിന്റെ ബേസിക്സ്, കറന്റ് എന്താണ്, പെർമനന്റ് ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. ഇതും AS 22 റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവുന്ന സാധനമാണ്. ക്യാരിയിങ് അസറ്റ് കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിയുന്നു വിചാരിക്കും. ഓക്കെ. 140 ബോറോയിങ് കോസ്റ്റ് ഇൻക്ലൂഡ്സ്. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ആണ്, ഡിവിഡന്റ് ഒന്നും വരില്ല, ഇക്വിറ്റി ഡിവിഡന്റും വരില്ല. ഇത് AS 16 പറയുന്നതാണ്. ഇത് ശ്രദ്ധിച്ചിട്ട് പോകണം. AS 16 ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. പ്രിഫറൻസ് ഡിവിഡന്റും ഇക്വിറ്റി ഡിവിഡന്റും ഒന്നും ഇൻട്രസ്റ്റ് എക്സ്പെൻസ് അല്ല. 141 ഗ്രാൻഡ്സ് വിച്ച് ആർ ഇൻ ദി നേച്ചർ ഓഫ് പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ ഈസ് അക്കൗണ്ടഡ് ആസ് അണ്ടർ. ഇത് നമ്മളുടെ ഗവൺമെന്റ് ഗ്രാൻഡിൽ പറയുന്നതാണ്. ഗവൺമെന്റ് ഗ്രാൻഡ് AS 12. ക്യാപിറ്റൽ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ട്, അതിലാണ് ചെയ്യുക. ഇൻകം അപ്രോച്ചിൽ ചെയ്യില്ല. പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ എപ്പോഴും ക്യാപിറ്റൽ അപ്രോച്ചിലാണ് ചെയ്യുക. 141 ക്യാപിറ്റൽ അപ്രോച്ച്. 142 10 lakhs ഗ്രാൻഡ് റിസീവ്ഡ്, ഇൻകം ക്രെഡിറ്റഡ് ടു P&L എവറി ഇയർ അണ്ടർ ഡെഫേർഡ് ഇൻകം മെത്തേഡ്. ഓക്കെ, ഗവൺമെന്റ് ഗ്രാൻഡ് കിട്ടി, 10 വർഷമാണ് യൂസ്ഫുൾ ലൈഫ്. എങ്ങനെയാണ് P&L എല്ലാ വർഷവും കാണിക്കുക? ഓൺ ദി ബേസിസ് ഓഫ് ഡിപ്രീസിയേഷൻ. അവരാ വാങ്ങിച്ചിരിക്കുന്ന ഗ്രാൻഡ് വാങ്ങിച്ചിരിക്കുന്നത്, ഒരു മിനിറ്റ്, ഈ ഗ്രാൻഡ് കിട്ടിയിരിക്കുന്നത് അസറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അസറ്റിന് എങ്ങനെയാണോ ഡിപ്രീസിയേഷൻ കൊടുക്കുന്നത് അതിന്റെ പ്രൊപ്പോർഷനിലാണ് ഇൻകത്തിനെ P&L കാണിക്കുക. AS 12 നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇതല്ല, ഇത് SLM ബേസിസ് ആണെങ്കിൽ ഇത് ശരിയാണ്, ബട്ട് ഏതാ മെത്തേഡ് എന്ന് നമുക്ക് അറിയില്ല. ഡിപ്പെൻഡ്സ് ഓൺ ദി ഡിപ്രീസിയേഷൻ മെത്തേഡ് യൂസ്. ഇതാണ് ആൻസർ. 10 lakh അല്ല. 142 കഴിഞ്ഞു. 143 AS 11 പ്രകാരം ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർവേഡ് റേറ്റ് ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ് അറ്റ് ദി ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ ഷുഡ് ബി recognized as income or expense. Foreign currency വരുന്ന fluctuation. AS 11. Okay. AS 11 monetary items exclude. Cash monetary item ആണ്, receivable monetary ആണ്, payable monetary ആണ്, inventory monetary അല്ല. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മളുടെ MCQ ഡിസ്കഷൻ തീർന്നു. ഓക്കെ. അപ്പൊ ഇതൊന്ന് നല്ലപോലെ ഒന്ന് നോക്കിയിട്ട് പോവുക. ഇതിലത്തെ പല ക്വസ്റ്റ്യൻസും വരാം. ഇതിൽ നിങ്ങളടുത്ത് ചെയ്യാൻ വേണ്ടി ഒരു 2-3 ക്വസ്റ്റ്യൻസ് പാർട്ട്ണർഷിപ്പിൽ, അത് വളരെ ബേസിക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വിട്ടതാണ്. ആൻഡ് ഡെഫേർഡ് ടാക്സിന്റെ 2 പോയിന്റ് വിട്ടിട്ടുണ്ട്. സാധാരണ ചോദിച്ച് കണ്ടിട്ടില്ല. വായിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ട് അതൊന്ന് വായിച്ചതിന് ശേഷം ഇതൊന്ന് നോക്കുക. ഡെഫേർഡ് ടാക്സ് ലൈബിലിറ്റി എന്താണ്, ഡെഫേർഡ് ടാക്സ് ലൈബിലിറ്റിയുടെ റിവേഴ്സൽ എന്താണ്, ജസ്റ്റ് മെക്കാനിക്കലി പറഞ്ഞിട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഹയർ പർച്ചേസിന്റെ ആ ക്വസ്റ്റ്യൻ, ഈ പോർഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയുന്നു വിചാരിക്കുന്നു. സെഷൻ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് വീണ്ടും അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു. ദിസ് ഈസ് സൈനിങ് ഓഫ് യുവർ രാഹുൽ. ബൈ.